ഓണമൊക്കെ വരില്ല. അപ്പം കരുനാഗപ്പള്ളിക്കാർക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഹിഡൻ സ്പോട്ട്, അതായത് ഒരുപാട് ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത ഒരു ഹിഡൻ സ്പോട്ട് ഞാൻ കാണിച്ചു തരാം. தென்கிழக்கு தேன் சிட்டு செம்பருத்தி பூ முட்டு செல்லம் கொஞ்சதே தாலாட்ட. തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ട്രഡീഷണൽ ആയിട്ട് ഫോട്ടോസോ കാര്യങ്ങളോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് ആയിട്ട് കിട്ടുന്നൊരു സ്പോട്ട്. അതിൻ്റെ എവിടെയാണ് സ്പോട്ട് വരുന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ ഞാൻ, അല്ലെങ്കിൽ നോർമലി ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് വീഡിയോ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമൊക്കെ നല്ല ഗ്രാൻഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും വേറെ രീതിയിലാണ് അവർ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ജസ്റ്റ് നിങ്ങൾക്ക് അത് വാച്ച് ചെയ്താലേ മനസ്സിലാകത്തുള്ളൂ. ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം നമ്മുടെ പഴയ മൂവീസിലെ വിൻറ്റേജ് ടൈപ്പ് അതേ സെയിം രീതിയാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നല്ല പ്രോപ്പറായിട്ട് തന്നെ ചെയ്തേക്കുന്നത്, നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട്. നിങ്ങൾ ട്രഡീഷണൽ വൈബൊക്കെ നോക്കുന്നെങ്കിൽ നല്ല സീൻ വൈബായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. നമുക്ക് ജസ്റ്റ് വരുന്നൊരു ഔട്ട്ഡോർ ലുക്കാണിത്, അതൊരു ടോട്ടൽ ലുക്കായിട്ട് വരുന്നത്. ഇപ്പോൾ ഓരോരോ സ്പോട്ട് ഒന്നിനൊന്നിനും വെച്ചാണ്. നമുക്ക് ഫുള്ള് കൺഫ്യൂഷനാണ് ഇനി എവിടെ പോയി നമുക്ക് എടുക്കണമെന്നുള്ളത്. ട്രഡീഷണൽ മൂവി ടൈപ്പൊക്കെ എടുക്കണമെങ്കിൽ തന്നെ, അതായത് ഷോർട്ട് ഫിലിം അങ്ങനത്തെ എടുക്കണമെങ്കിൽ തന്നെ നല്ല ഗ്രാൻഡായിട്ട് എല്ലാം ഇവിടെ തന്നെ നമുക്ക് കിട്ടും. പക്ഷേ ഒരു ഓൾഡ് ട്രഡീഷണൽ എല്ലാം അവർ പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരും ആയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നിങ്ങൾക്കൊരു ഫോട്ടോഷൂട്ടായാലും അത്യാവശ്യം എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രാൻഡായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഈ ഒരു പ്ലോട്ടിൽ തന്നെയാണ് ഈ ഒരു കുളവും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ വരുന്നത്. ട്രഡീഷണൽ ടൈപ്പ് ഷോർട്ട് ഫിലിം അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഗ്രാൻഡായിട്ട് തന്നെ അവർ ചെയ്ത് വെച്ചപ്പോൾ അത് ഇപ്പോഴത്തെ ലാൻഡ്സ്കേപ്പ് ആയാലും കാര്യങ്ങളെല്ലാം നല്ല ഗ്രാൻഡായിട്ട് തന്നെ ചെയ്തേക്കുന്നത്. ഒരു കോർണർ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കാരണം ആ രീതിയാണ് ഓരോ കോർണറും കാര്യങ്ങളും അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാം ഒന്നിനൊന്നിനും വെച്ച് ഓരോ ഒന്നിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫിക്ക് അടിപൊളിയാണെങ്കിൽ അടുത്തെന്ന് പറഞ്ഞാൽ വീഡിയോഗ്രാഫിക്ക് പറ്റുന്ന രീതിയായിരിക്കും അടുത്ത കോർണർ. പക്ഷേ എല്ലാം നല്ല ഗ്രാൻഡായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഔട്ട്ഡോർ ജസ്റ്റ് ലാൻഡ്സ്കേപ്പിനെ കുറിച്ചും അതിൻ്റെ ഓരോ പോയിൻറ്റ്സിനെ കുറിച്ചും ഓരോ ടെക്നിക്സിനെ കുറിച്ചും ഇതിനെല്ലാം നോർമലി ഇൻസൈഡിൻ്റെ അപ്പുറമുണ്ട്. ഓക്കെ, അകത്തോട്ട് നമ്മൾ വെൽക്കം ചെയ്യുന്ന നല്ല അടിപൊളി ചുമര് ചിത്രങ്ങളാണ്. എത്ര രീതിയിലാണ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ ഔട്ട്ഡോറിനെ വില്ലെന്നാണ് ഇൻഡോറെന്ന്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പഴയ നിധിപ്പെട്ടിയും റേഡിയോയും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല നിങ്ങൾക്ക് നോർമലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ. ഒരു വീഡിയോഗ്രാഫി ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് മൂവീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടുതൽ ഇവിടുത്തെ ചിത്രങ്ങളെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്. നല്ല ഗ്രാൻഡ് ക്യാൻവാസിനകത്ത് വരച്ചേക്കുന്ന സാധനങ്ങളെല്ലാം പഴയ നടുമുറ്റവും കാര്യങ്ങളെല്ലാം അവർ നോക്കും. കൂടുതൽ പഴയ കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ ഏറ്റവും കൂടുതൽ അവർ ഉൾപ്പെടുത്തിയേക്കുന്നത്. പഴയ കാലത്ത് നമ്മൾ മറ്റേ നെല്ലൊക്കെ വെക്കുന്ന അറിയില്ലേ, ആ ഒരു ടൈപ്പ് സാധനങ്ങളൊക്കെ എല്ലാം അത്യാവശ്യം വിൻറ്റേജ് നമുക്ക് പ്രോപ്പറായിട്ട് തരുന്നുണ്ട്. മറ്റേ ഗ്രാമഫോൺ അതെല്ലാം മാക്സിമം വിൻറ്റേജ് എന്തൊക്കെ കയറ്റാൻ പറ്റും അത് ഫുള്ള് അവർ ചെയ്തിട്ടുണ്ട്. ഈ പഴയ ഓരോ കാര്യങ്ങളൊക്കെ ബാറ്റ് കാര്യങ്ങളൊക്കെ അല്ലേ, അതെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ വീട് ഇപ്പോൾ ഇത്രയും ട്രഡീഷണലായിട്ട് ചെയ്യാൻ തന്നെ കാരണം ഇതിൻ്റെ ഓണറാണ് തരഞ്ചേട്ടൻ മ്യൂറൽ ആർട്ടിസ്റ്റാണ്. അതിൻ്റെ എല്ലാവിധ കലയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ആ ചുമരിലുള്ള ചിത്രങ്ങളായാലും എല്ലാം തരഞ്ചേട്ടനാണ് വരച്ചേക്കുന്നതല്ല. ഒരു കലയോടുള്ള സ്നേഹം വെച്ച് പുള്ളിക്ക് മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റും പുള്ളി അതെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫാമിലി താമസിക്കുന്നതാണ്. മാക്സിമം വലുതായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതി കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. മാക്സിമം അവരോട് ചോദിച്ചിട്ടോ കാര്യങ്ങൾ ഫോട്ടോ എടുക്കാൻ നിൽക്കുക. വലിയ ബുദ്ധിമുട്ടാണ്, കാരണം ഒരു ഫാമിലി നിൽക്കുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊന്നും നശിപ്പിക്കാതിരിക്കുക, നല്ല രീതിയിൽ ഫോട്ടോ എടുക്കുക, നല്ല രീതിയിൽ നിങ്ങൾക്ക് വേണ്ട എന്താണെന്ന് സെർച്ച് ചെയ്യുക, ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം ചെയ്യുമല്ലേ. അപ്പോൾ ശരി.